ഇപ്പോൾ ജിന്നിനോട് നമുക്ക് ഭൗതിക അഭൗതികം എന്ന് പറഞ്ഞില്ലേ, ഭൗതികമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് തേടാൻ പറ്റും, എങ്ങനെയൊക്കെ ജിന്നുകൾക്ക് നമ്മളെ നിത്യജീവിതത്തിൽ ഭൗതികമായിട്ട് സഹായിക്കാൻ പറ്റും എന്നുള്ള ഇത് ഇപ്പോൾ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയണില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഒരു ചാപ്പ കുത്താൻ കാരണം പാര് ചോദിച്ചാൽ നിങ്ങൾ ജിന്നിനോട് സഹായം തേടണം, നമുക്ക് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല, നമുക്കിത് പറഞ്ഞു കൊടുക്കാനും കഴിയണില്ല. അപ്പോൾ സാധാരണക്കാർക്ക് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുന്ന രീതിയിലൊന്ന് എക്സ്പ്ലനേഷൻ തന്നാൽ നന്നായിരുന്നു. ജിന്നിനോട് നമുക്ക് യാതൊരു കാര്യം ചോദിക്കാൻ ഒരു വകുപ്പുമില്ല, ഒരു ബന്ധവും പാടില്ല. ചോദിക്കൽ മാത്രമല്ല, ഒരു ബന്ധവും ഒരു ഇടപാടും ഒന്നും പാടില്ല. കാരണം 2-3 കാരണങ്ങൾ. ഒന്ന്, ജിന്നിൽ പെട്ടവരാണ് പിശാചുക്കൾ, ശൈത്താന്മാർ. ജിന്നിൽ നല്ലവരുണ്ട്, ദുഷിച്ചവരുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ആ ദുഷിച്ചവർക്കാണ് ശൈത്താൻ എന്ന് പറയുക. ശൈത്താൻ നമ്മുടെ മുഖ്യ ശത്രുവാണ്. അവന്റെ ലക്ഷ്യം തന്നെ നമ്മെ ശിർക്കിലേക്ക് എത്തിക്കുക, നരകത്തിലേക്ക് എത്തിക്കുക, അള്ളാഹുവിൽ നിന്ന് അകറ്റുക, പടപ്പിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് ജിന്നുമായി എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയാൽ സ്വാഭാവികമായും നമ്മുടെ ഈമാൻ തെറ്റാൻ, തൗഹീദ് പഴക്കാൻ, സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി മാറും. അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ ബന്ധമുണ്ടാക്കിയോ ഓരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. സാഹിറുമാർ അങ്ങനെ ബന്ധമുണ്ടാക്കിയതാണ്. ഓർക്ക് കര കയറാൻ പോലും പറ്റാത്ത വിധം ഒരു ശിർക്കിന്റെ ആളുകളായി മാറും. ആൾ ദൈവങ്ങൾ പിശാചിന്റെ ഏജന്റുമാരാണ്. സിദ്ധന്മാർ പിശാചിന്റെ ഏജന്റുമാരാണ്. ഓർക്കുന്ന ഒരു കാലത്തും രക്ഷപ്പെട്ടു പോരാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ജിന്നുമായുള്ള ഒരു ബന്ധവും എവിടെയും പാടില്ല. നീ എന്തു ഓഫർ കിട്ടിയാലും, മുസ്ലിം ജിന്നാന്ന് പറഞ്ഞാലും അല്ലാത്ത പറഞ്ഞാലും, ഒരു ജിന്നുമായും യാതൊരു ബന്ധവുമില്ല. അതാണ് ഒന്ന്. രണ്ടാമത്, നേരത്തെ ഹാരിസ് മണി പറഞ്ഞു, നബിയും സഹാബത്തും ജീവിച്ച കാലത്തും മദീനത്തുള്ള ജിന്നുകളൊക്കെ മുസ്ലിമായ ജിന്നുകളുണ്ട്, നബിനത്ത് വന്ന ഖുർആൻ കേട്ടുപോയ ജിന്നുകളുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജിന്നിനെ നബി ഞങ്ങൾ ഉപയോഗിച്ചുവോ? ഇല്ല. എവിടെങ്കിലും ഒന്ന് എന്തെങ്കിലും ചോദ്യം, എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നബിയും സഹാബത്തും കാണിക്കാത്തൊരു മാതൃക ആ വിഷയത്തിൽ ഒരു മുസ്ലിമിനും ഒരിക്കലും പാടില്ല. മൂന്നാമത്, ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക എന്നതാണ്. ജിന്ന് മാത്രമല്ല, ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക. അത് മനുഷ്യനാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് യാചന ഇസ്ലാമിൽ പാടുണ്ടോ? ഇല്ല. ഒരാളെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, ബാക്കി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഒരാളെടുത്തും കൈ നീട്ടാതെ. മനുഷ്യന്മാർ ചോദിച്ചാൽ ശിർക്കാണോ? അല്ലല്ലോ, അനുവദനീയമാണല്ലോ. ഈ അനുവദനീയമായതുമാണെങ്കിൽ പോലും പരമാവധി ഒരാൾ ചോദിക്കാതിരിക്കുക, ഒരാൾ ആശ്രയിക്കാതിരിക്കുക, നമ്മൾക്കുള്ളതനുസരിച്ച് ഉള്ളതോടൊക്കെ ഒപ്പിച്ച് ജീവിച്ചു പോവുക, ബാക്കി റബ്ബിനോട് പറയാം. ഇതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. അനുവദിക്കപ്പെട്ട വഴിയിൽ പോലും ഒരു സൃഷ്ടിയെ അവലംബിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം. അതുകൊണ്ട് ചില സ്വഹാബിമാർ നബിയോട് സ്വകാര്യമായി കരാർ ചെയ്തു, ആരോടും ഞങ്ങൾ ഒന്നും ചോദിക്കുകയില്ല, ആരോടും ഒന്നും ചോദിക്കുകയില്ല എന്ന് കരാർ ചെയ്തു. ആ കരാർ ചെയ്ത സ്വഹാബിമാർ പിന്നീട് അവരുടെ ജീവൻ പരിശോധിച്ചാൽ കാണാം, ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ കയ്യിൽ നിന്ന് വടി താഴെ വീണാൽ അവിടെ ഒരാളോട് ആ വടി നിർക്കുമെന്ന് ചോദിക്കൂല എന്നാണ്. അത് ചോദിക്കാൻ പാടില്ലേ? പാടുണ്ട്. എന്നിട്ട് പോലും അത് വേണ്ട, ഒരു ഒട്ടകപ്പുറത്ത് ഇറങ്ങി അവരെന്നെ വടിയെടുത്ത് വീണ്ടും കയറും. അത്ര വരെ ഒരു മനുഷ്യനോട് പോലും ചോദിക്കാതെ ജീവിതത്തിൽ അങ്ങനെ സൂക്ഷിച്ചവരാണ് സ്വഹാബിമാർ പലരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭൗതികാവട്ടെ അഭൗതികാവട്ടെ ഏതായാലും ജിന്നുമായുള്ള ഒരു ബന്ധവുമില്ല. അഭൗതികമായ തേട്ടമാണോ അത് ദുആണ്, ശിർക്കാണ്. അല്ലാത്താണോ അതും പാടില്ലാത്താണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിലേക്ക് അവനെ എത്തിക്കും. അത് ഹറാമാണ്, ശിക്ഷാർഹമാണ്, നരകത്ത് പോകാൻ കാരണമാണ്. അവൻ എന്തായാലും ശിർക്ക് പോയി ചാടുകയും ചെയ്യും. അവിടെ അങ്ങനത്തെ ഒരു ബന്ധവും ഒരു ജിന്നുമായും പാടില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ജിന്നുകൾ ഹാജരായേക്കാം, ആയിക്കോട്ടെ. അതുപോലെ ഹാജരായി ഓരോന്നും കേട്ട് പഠിച്ചു പോയാൽ ഒരു കിട്ടി, അത്രേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുണ്ടോ? നമ്മൾ നേക്കുന്ന അവരുമായി ബന്ധമില്ല. മനുഷ്യനും ജിന്നിനും ഇവിടെ അല്ലാഹു ചില മറകളെ വെച്ചിട്ടുണ്ട്. ഓരോ താമസിക്കുന്നത് ഈ ഭൂമി തന്നെയാണ്, അവർ ഈ ഭൂമിയെ താമസിക്കുന്നത്. പക്ഷേ മനുഷ്യർക്കും അവർക്കുമിടയിൽ അല്ലാഹു ചില മറകളെ സംവിധാനിച്ചിട്ടുണ്ട്. അവരുടെ ലോകത്ത് ജീവിക്കുന്നു, നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളും ജിന്നോളും തമ്മിൽ അങ്ങനത്തെ ഇടപാടുകളോ അങ്ങനത്തെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ ക്രയവിക്രയങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ഇവിടുത്തെ ചില മനുഷ്യന്മാരെ ഉപയോഗിക്കും. അതാണ് ആൾ ദൈവങ്ങൾ, സിദ്ധന്മാര്, ആ ടൈപ്പ് ആളുകളൊക്കെ ചിലപ്പോൾ ശൈത്താൻ ചെയ്യും. ഇവനെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇവന് ചില സഹായമൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് ജ്യോത്സ്യന്മാര്, കണക്കന്മാര്, പണിക്കന്മാര്, അതേപോലെ ചികിത്സാലികള്, സിദ്ധന്മാര്, ആൾ ദൈവങ്ങള്, ഇവർക്കൊക്കെ പൈശാചികമായ സഹായം കിട്ടും. അതെങ്ങനെ? അവരെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക ചെയ്യാം.
അവ ഒരാളെ ശൈത്താൻ ആളായിട്ട് അവിടെ ഇരുത്തി കൊടുക്കും. ഒരാൾ ദൈവം, ഒരു സിദ്ധൻ, ഒരു തങ്ങള് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. അപ്പൊ ചിലപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ഈ ശൈത്താനെ അറിയിച്ചു കൊടുക്കും. അല്ല, ചിലപ്പോൾ നമ്മൾ സ്വർണം നഷ്ടപ്പെട്ടു പോയി, തങ്ങളെടുത്ത് ചെന്നു. അപ്പൊ ചെന്നാണ് കയറി പങ്കെടു ചോദിച്ചു, സ്വർണം കാണാൻ ചില ചോദിച്ചു. ചിലപ്പോൾ തട്ടിപ്പയക്കും. തങ്ങളുടെ ഏജന്റുമാർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ബൈക്കിൽ നിന്ന് പരിചയപ്പെടും. നമ്മൾ എടുത്തുമ്പോഴേക്കും അവർ അവിടെ പോയി കൊടുക്കും. അങ്ങനെ ആൾ വരുന്നുണ്ട്, പാൻറ്റിട്ട ആളാണ്, തുണിട്ട ആളാണ്, മുടി ഇങ്ങനെയാണ്, കോലെങ്ങനെയാണ്, അയാൾ സ്വർണം പോയതാണ് എന്ന് മറ്റോ പോയി പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഇയാൾ ഏജൻസി മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അയാൾ സ്വർണം കാണാൻ ചെല്ലേ. അപ്പം നമ്മൾ ചോദിക്കാവും, ഇയാൾ ഭയങ്കര കറാമത്തുള്ള ആളാട്ടോ, ഞാൻ പറയാതെ തന്നെ എൻ്റെ വിശ്വാസമല്ലോ. അത് തട്ടിപ്പയക്കും. ചെഴുതലല്ല, ശൈത്താൻ പോകാന് ചില വിവരം കൊടുക്കും. നമ്മൾ കാണാത്തത് ശൈത്താന്മാർ കാണും. അപ്പൊ ആ വിവരത്തിന്റെ സ്ഥാനത്തിൽ ചിലപ്പം പറയും, ഇന്ന സ്ഥലത്തുണ്ട്, പോയൊക്കെ ആയി ചെല്ലുമ്പോൾ കിട്ടും ചെയ്യും. അതോടെ നമ്മളെ ഈമാനാണ് നഷ്ടപ്പെടും. അയാൾ ഭയങ്കര കഴിവാട്ടോ, അയാൾ പറഞ്ഞ അതേപോലെ തന്നെ ഉണ്ടായല്ലോ എന്ന് തോന്നിയിട്ട് മനുഷ്യന്മാർ അതിൽ പോയി വീഴും. അത് ശൈത്താന്റെ ഏർപ്പാടാണ്, അത് നമ്മളെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലായാലോ പിന്നെ വഴിക്ക് പോകില്ല. നബിയോട് സഹാബിമാർ ചോദിച്ചു, നബിയെ ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നബി ഞങ്ങൾ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല ഒരു. അപ്പൊ സഹാബിമാർ പറഞ്ഞു, നബി അങ്ങനെ പറയാൻ പറ്റൂല, അവർ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ. അത് ശരി, അത് പിശാചുക്കൾ കട്ട് കേട്ടിട്ട് ഇവന്റെ കാതിൽ കൊടുന്ന് കൂറുകയും മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു. അതിനെ കൂടെ 100 കളവും കൂടി അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതാ പരിപാടിയിലെ. എന്നാ ശരി, അവസാനിപ്പിച്ചു. മറ്റേതോ അവിടെ പോയിട്ട് കാര്യമില്ല, അയാൾ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പോയി പറയും, അയാൾ പറഞ്ഞാൽ ശരിയാവും ചെയ്യും. അപ്പൊ ഇവന് ഉറപ്പായി, നിങ്ങൾ മുജാഹിദ് പറഞ്ഞ പറയുന്നില്ല, അയാൾ പറഞ്ഞ പോലെ ഉണ്ടായല്ലോ, അയാൾ പോലെ കറാമത്തുള്ള ആളാ, എനിക്ക് ബോധ്യപ്പെട്ടു പറയും, ഇത് കറാമത്തല്ല, ഇത് ശൈത്താനിയത്താണ് എന്ന് പറഞ്ഞെടുത്താലോ. ക്ലിയറായി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരാളിങ്ങനെ വായുവിടെ പറന്നു പോണ് കണ്ടാലും ഈ പെട്ടുപോണ്ട, പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാലും മതി. ഇപ്പൊ നാട്ടിൽ ഔല്യം വിചാരിക്കാം, ഒരു ഔല്യം വന്നു, എല്ലാവരും കൂടി പോയി കൂടി, നമ്മളൊക്കെ അവിടെ എതിർത്തു. പോലീസ് ഔല്യം പറഞ്ഞു, ഞാൻ പറന്ന് കാണിച്ചാലാണ് ഓമ്പടെ ആനമങ്ങാട് അങ്ങാടി കൂടെ പറന്നു വിചാരിക്കാം, ഇന്നയാൾ ഔല്യം അംഗീകരിക്കണം വേണ്ട. ഇമാം ഷാഫി എന്നത് ഓനെ ഇബ്ലീസിനെ താങ്ങിക്കൊണ്ടുപോകുന്ന വിചാരിച്ചാൽ മതി, അല്ലാതെ ഓനെ ഔല്യം വിചാരിക്കണ്ടെന്ന്. വെള്ളത്തിന് മേൽ നടക്കുന്നത് കണ്ടു, പെട്ടുപോണ്ട, പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. പല തങ്ങന്മാരും കറാമത്ത് എന്താണ്? പുഴ നിറഞ്ഞിക്കുമ്പോൾ ഒരു ഇഴ നുള്ളിട്ട് ടൈം കൂടാണ്ട് അവിടെ കടന്നു പോയി എന്നാണ് പല കറാമത്തും പറയാം. അത് കണ്ടോണ്ടാവില്ല, മിക്കവാറും കേട്ടുമ്പോൾ കേട്ട് പോകുന്നതായിരിക്കും. ഞങ്ങൾ കണ്ടു വിചാരിക്കാം, എന്നാൽ അതുകൊണ്ട് മാത്രം അയാൾ ഔല്യം പറയാൻ പറ്റുമോ? ഇല്ല. പഴയ കാലത്ത് അറിയപ്പെട്ട പിഴച്ച ചില കക്ഷികളുടെ നേതാക്കന്മാരെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലാൻ വിധിച്ച സംഭവം കാണാൻ പറ്റും. എല്ലാ വിധേയത്തുണ്ടാക്കി മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന ഒരാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റ് വിധി എഴുതി. അങ്ങനെ കൊടുന്നു. അയാളെ വാളുകൊണ്ട് വെട്ടിയിട്ട് യേശുന്നില്ല, കഴുത്തിന് വെട്ടിയിട്ട് വാളാണ്ട് യേശുന്നില്ല, നല്ല മൂർച്ചുള്ള വാള്, പക്ഷെ മുറിയുന്നില്ല. അപ്പൊ നോക്കുമ്പോൾ കഴുത്തിങ്ങനെ നല്ല ഇരുമ്പ് മാറി നിൽക്കുന്നതാണ്. അത് എന്താണ്? ഓനൊരു പരീക്ഷണമായിട്ട് അല്ല വെച്ചായിരിക്കും. ചിലപ്പോൾ ഒരു പരീക്ഷാർത്ഥം വെച്ചു. അപ്പൊ കാണുമെന്ന് ചോദിക്കും, ഇയാൾ പഴച്ചാളോ, ഇയാൾ വെട്ടിയിട്ട് യേശുന്നില്ലല്ലോ, അപ്പൊ ഇയാൾ വലിയ കറാമത്തുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. അതിനു വേണ്ടി അല്ല പരീക്ഷണം വെച്ചായിരിക്കാം. ദജ്ജാല് വരുമ്പോ അല്ല പരീക്ഷണം വെക്കും. ദജ്ജാല് വന്നിട്ട് വാദിക്കും, ഞാൻ പഠിച്ചവനാണ്, അപ്പൊ അല്ല എന്ന് നിങ്ങൾ പറയും. ഒരാളെ ദജ്ജാല് പിന്നെ കൊന്നുകളയും, അവനെ വാളുകൊണ്ട് ഈർന്ന് 2 കഷ്ണമാക്കി പണ്ട് മലർത്തിടും. എന്നിട്ട് അടിക്കുടി വാങ്ങാൻ നടക്കുന്നതാണ്. എന്നിട്ട് വിളിക്കും, എണീക്ക് അറിയും. അപ്പോൾ എണീക്കും. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ റബ്ബാന്ന് മനസ്സിലായില്ലേന്ന്? ഈ മനുഷ്യൻ പറഞ്ഞ് കള്ളൻ എനിക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടു. നീ കള്ളനാണ് കൂടുതൽ ബോധ്യമായി. അപ്പൊ വീണ്ടും അയാളെ കൊല്ലാൻ ശ്രമിക്കും, പക്ഷെ കൊല്ലാൻ കഴിയൂല. അപ്പൊ നേരത്തെ നടന്നതോ യഥാർത്ഥത്തിൽ കൊന്നതല്ല. ഒരാൾ ചോദിക്കും, നിന്റെ മരിച്ചുപോയ അമ്മാനും പാപ്പാനും ഞാൻ ജീവിപ്പിച്ചേരാ, എന്നാ വിശ്വസിക്കും. എന്നാ വിശ്വസിക്കാം, എന്നാ വാ ഒരു ഖബർ കാണിച്ചോണ്ട് പറയും. ഇവനും കുട്ടി പള്ളി പറമ്പ് കണ്ട് പോകും, ഏതാ എൻ്റെ അമ്മാൻ്റെ ഖബർ, ഏതാ പാപ്പാൻ്റെ ഖബർ ചോദിക്കും, കാണിച്ചെടുക്കും. എണീകളാവുന്നത് ഇവൻ്റെ അമ്മി പാപ്പാനെ വിളിക്കുമ്പോൾ നബി തങ്ങൾ പറയാം, അവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ 2 ശൈത്താന്മാർ അവിടെ പ്രത്യക്ഷപ്പെടും. ഇവൻ എന്താ കാണുന്നത്? ബാപ്പ നീച്ചു വരികയാണ്, ഉമ്മ എണീറ്റ് വരികയാണ്, മോനെ വിശ്വസിച്ചോ, നമ്മൾ റബ്ബ എന്ന് പറയും. ഇങ്ങനത്തെ സഹായങ്ങൾ ചിലപ്പോൾ ശൈത്താൻ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് മാത്രം അത് ഔലിയാണെന്നോ മഹാനാണ് എന്നോ വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിദ്ധിയൊന്നും ആർക്കുമില്ല. ഇങ്ങനത്തെ ഇടപെടലുകൾ ചില മനുഷ്യന്മാരും പിശാചുകളും നമ്മളൊക്കെ ഉണ്ടാവും. അല്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ എല്ലാത്തിനും ജിന്നിന് സഹായമൊന്നും കിട്ടൂല. അങ്ങനത്തെ ഏർപ്പെടുന്നില്ല. പൈസ കടം ചോദിക്കാനോ സാധനം കൊണ്ടുവരാനോ പീടിയിൽ പോയി പറഞ്ഞേക്കാനോ അങ്ങനെ നമ്മളൊരു നായിനെ വളർത്താൻ പോലെ വളർത്താൻ പറ്റിയ സാധനമല്ല ജിന്ന് എന്നുള്ളത്. ഇത് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ സഹായിക്കുന്നത്.
പിശാച്ച് മനുഷ്യനെ സഹായിക്കണം എന്തിനാണ്? ഓനെ ഏജന്റിയാക്കി മാറ്റി അയാളിലൂടെ ഇവിടെ മനുഷ്യന്മാർ ശിർക്കിലേക്ക് കൊണ്ടുപോകണം. അതിന് ഓന് പറ്റൊരാളെ ഓൻ പിടിക്കും. അത് ചിലപ്പോൾ തങ്ങളെ പിടിക്കും, ബീവിനെ പിടിക്കും, ചിലപ്പോൾ ഒന്നുമില്ലാത്തവരെ പോയി പിടിക്കും. അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരെ ഈമാൻ തെറ്റിക്കാൻ പറ്റും. അതാണ് പിശാച്ചിന്റെ ആവശ്യം. അല്ല ഇവിടെ നമ്മളെ സഹായിക്കലോ നമ്മുടെ പ്രശ്നം തീർക്കലോ ഓരോ ആവശ്യമല്ല. അപ്പൊ അങ്ങനെ സാധാരണ ജീവിതത്തിൽ മനുഷ്യന്മാരിൽ നമ്മളിങ്ങനെ ഇടപെട്ടും കൊണ്ടും കൊടുത്തും അങ്ങനെ എല്ലായിടത്തും വന്നും പോയി അങ്ങനത്തെ ഏർപ്പാടില്ല. അങ്ങനെ രീതി അത് അള്ളാഹുത്താല അതിനൊരു തടസ്സം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ നിയമത്തെ മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് പിശാചുക്കളായ ആളുകൾ മനുഷ്യന്മാരത്തേക്ക് വന്ന് ഒരു സഹായം കൊടുത്ത് അവരിലൂടെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ നോക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അതാണ് ഇത്തരം എല്ലാ തട്ടിപ്പ് കേസിലും നടക്കുന്നത്. അല്ല നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജിന്നുമായും ഒരു ബന്ധവും ഒന്നും തന്നെ ഇല്ല. ഞാൻ അങ്ങനെ വല്ല ജിന്നു പ്രത്യക്ഷപ്പെട്ട് ഞാൻ ജിന്നാണ് വലിയ സഹായമാണ് വെച്ചാൽ പോലും അഴുതുവിലാവിശ്വത്തോളം ചെയ്യും എന്ന് പറഞ്ഞ് ഒഴിവാകാന്നല്ലാതെ യാതൊരു ബന്ധവുമില്ല. പടച്ച റബ്ബല്ലാത്തൊരു പടപ്പിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അവിടെ പിടിക്കാൻ കാത്തിക്കാണ് ശൈത്താൻ നമ്മളെ. തൗഹീദിന് ലേശം തെറ്റാൻ കാത്തിരിക്കാണ് പിശാച്. അതുകൊണ്ട് അള്ളാഹുലേക്കല്ലാത്ത ഒരൊറ്റ വിളിയും, യാ അല്ലാ എന്നല്ലാത്ത ഒരൊറ്റ വിളിയും ഒരു ചിന്താഗതി പോലും മനസ്സിൽ വന്നാൽ ആ ചിന്ത ശൈത്താൻ ഉപയോഗിക്കും. അല്ലാഹുലേക്ക് ഒന്ന് പോയാലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് തോന്നൽ വന്നാൽ അവിടെ പിശാച് അയിമ കയറി പിടിക്കും. ഇന്നൊരു മനസ്സിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല. അള്ളാഹു